നമസ്കാരം. സൈന്യത്തോടൊപ്പം നാവികസേനയും എത്തുന്നു. റിവർ ക്രോസിംഗ് എക്സ്പെർട്സിൻ്റെ സേവനം, വിദഗ്ധരുടെ സേവനം തേടിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏഴിമല നാവിക അക്കാദമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പാക്കിയത്. നാവികസേനയുടെ പ്രത്യേക സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. റിവർ ക്രോസിംഗ് ടീമിൽപ്പെട്ട 20 പേരടങ്ങുന്ന 20 നേവി ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത്. കാരണം പലയിടത്തും പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. അതുപോലെ തന്നെ പുഴയിലൊക്കെ തന്നെ വലിയ കുത്തൊഴുക്കാണ്. പുഴയിലൂടെ പാറക്കഷ്ണങ്ങളും അതുപോലെ മരങ്ങളും മറ്റ് സാധനങ്ങളും ഒപ്പം മൃതദേഹങ്ങളുമൊക്കെ ഒഴുകി വരുന്നുണ്ട്. അതുകൊണ്ട് പുഴ ക്രോസ് ചെയ്ത് പുഴ മറികടന്ന് അപ്പുറത്തെ കരയിലെത്തി രക്ഷാപ്രവർത്തനം നടത്താനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ നാവികസേനയുടെ ഇന്ത്യൻ നേവിയുടെ സഹായം മുഖ്യമന്ത്രി തേടിയിരിക്കുന്നത്. 20 അംഗ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു സംഘം കൂടി, പ്രത്യേകമായ രക്ഷാദൗത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘം കൂടി, പ്രത്യേകിച്ചും ഈ പുഴകളിലും കുത്തൊഴുക്ക് പ്രദേശങ്ങളിലുമൊക്കെ തന്നെ, വെള്ളം കുത്തിയൊഴുകുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് അതിന് വേണ്ട പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരടക്കമുള്ള അടുത്ത സംഘവും, നാവികസേനയുടെ അടുത്ത സംഘവും പുറപ്പെടും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. സൈന്യം അല്പസമയത്തിനകം തന്നെ പ്രദേശത്ത് എത്തും. അവർ ശക്തമായ സന്നാഹങ്ങളുമായി തിരിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്നും സുലൂരിൽ നിന്നും ഉള്ള പ്രത്യേക സംഘങ്ങളാണ് അവിടെ എത്തുക. ഒപ്പം കേരള പോലീസിൻ്റെയും കേരള ഫയർഫോഴ്സിൻ്റെയും ഒക്കെ പ്രത്യേക ദുരന്ത നിവാരണ പരിശീലനം ലഭിച്ച സംഘാംഗങ്ങളും ഉടൻ തന്നെ വയനാട് മുണ്ടക്കൈ പ്രദേശത്തേക്ക് എത്തും. ഇപ്പോഴും അട്ടമലയിൽ മുണ്ടക്കയിൽ കുടുങ്ങിയ ആളുകളെ രക്ഷിക്കാൻ, അവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ, ഈ കരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ്. മാത്രമല്ല രക്ഷാദൗത്യങ്ങൾ അതീവ ദുഷ്കരമായി തന്നെ തുടരുന്നു. മഴ ശക്തമായി തന്നെ പ്രദേശത്ത് ഉണ്ട്. മഴ തോർന്നിട്ടേയില്ല. കഴിഞ്ഞ ഏതാണ്ട് 36 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്യുകയാണ്. ഇത്തരം മഴ പെയ്തുകൊണ്ടിരുന്നാലാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടാകാനുള്ള സാധ്യത പല മേഖലകളിലും ഉള്ളത്. കാരണം നമ്മുടെ മണ്ണിന് വെള്ളത്തെ താങ്ങുന്നതിന് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മണ്ണ് ഈ വെള്ളത്തെ സ്വീകരിക്കില്ല. അത് ഭൂഗർഭ ജലമായി മാറില്ല. അങ്ങനെ പ്രത്യേകമായ രീതിയിൽ മർദ്ദമുണ്ടാകുമ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന, ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള സാധ്യതകൾ വയനാട്ടിലെ വിവിധ മേഖലകളിലുണ്ട്. അതുപോലെ ഇടുക്കി മേഖലകളിൽ, ഇടുക്കി ജില്ലയുടെയും കോട്ടയം ഇടുക്കി ജില്ലയുടെയും പല മേഖലകൾ, കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തൊക്കെ തന്നെ അത്തരം സാധ്യതകളുണ്ട്. അതേ സ്ഥിതി വിശേഷം തന്നെയാണ് വയനാട്ടിലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് രക്ഷാദൗത്യം എന്ന് പറയുന്നത് ഒരു റിസ്ക് തന്നെയാണ്. ആ പ്രദേശത്തേക്ക് ഇവർ പോകുമ്പോഴാണ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് അപകടം സംഭവിക്കാം. അതുകൊണ്ട് വളരെ സുരക്ഷിതമായ മേഖലയിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈന്യം വന്നാലും കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായിട്ടായിരിക്കും മുമ്പോട്ട് പോവുക. ഇപ്പോൾ നാവികസേനയെ കൂടി പ്രയോജനപ്പെടുത്തുന്നു ഈ ഒരു രക്ഷാദൗത്യത്തിൽ.